നിന്റെ അമ്മ എന്തേടി കൊച്ച? അമ്മയും ചിറ്റപ്പൻ അവിടെ എന്തൊക്കെയോ കോപ്പരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കിയുള്ള സമയത്ത് ചാറ്റിങ്. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് എന്തൊക്കെയോ വലിയ ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം ചോദിച്ചുകൊണ്ട് വരും. ഇപ്പോൾ എന്തിനാ മുളകി ഒക്കാത്ത പണിക്ക് പോകുന്നത്? മരിക്കുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ കാണണോ ദൈവം? എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഈ വീട്ടിലല്ലേ ആണോ? ഞാൻ താഴെ വീണതെല്ലാം എടുത്ത് അതിൻ്റെ അകത്തോട്ട്. അതേ വരുന്നു. ഓ, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ മോളെ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ? ഓർമ്മയില്ലാതെ പിന്നെ? ഓർമ്മയുള്ള സ്ഥിതിക്ക് എന്നാ കുഞ്ഞാ പാത്രങ്ങളെല്ലാം ഒന്ന് കൈ വെച്ച്. ചേച്ചി പാത്രം കിടാൻ വന്നതല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? എനിക്ക് അമ്മയുടെ ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്തെന്നാ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ പുതിയ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുമ്പോഴേ അവളുമാരൊക്കെ പറയും അവരൊക്കെ വീട്ടില് ജോലിക്കാരികളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലും ജോലിക്കാരിയൊക്കെ ഉണ്ടെന്ന്. അമ്മ എന്തിനാ അമ്മ വെറുതെ തള്ളാൻ പോയേ? എടി പറ്റി, ബാക്കിയുള്ള വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിൽ ഇല്ലെന്ന് പറയാൻ പറ്റൂ? കുറച്ചിലല്ലേ? അതിന് ഞാനെന്ത് ചെയ്യണമെന്ന് പറയാ? അല്ല, ഞാനിത് ഇത് പറഞ്ഞ ഉടനെ അവളുമാരൊക്കെ ഈ ജോലിക്കാരികളുടെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടു. അതിന് അല്ല, അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് പറയേച്ചി അങ്ങോട്ട്. ഞാൻ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജോലിക്കാരിയാന്ന് പറഞ്ഞോട്ടെ. വൃത്തികെട്ടവളെ, നിനക്കെന്റെ ശരിക്കും സ്വഭാവം അറിയത്തില്ല കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മ എടുത്ത് ചോദിക്കണത് എടുത്തിട്ടോളാൻ. അനുഭവിച്ചു. ഇറങ്ങിക്കോണം ഇവിടുന്ന് രണ്ടുപേരും കൂടെ. എന്താണ് ഇവിടെ ഒരു ആട്ടുന്നുപ്പൊക്കെ കേട്ടെ? അച്ഛമ്മ അമ്മേനെ ആട്ടിയതാ. എന്തിന്? ഇവക്ക് എന്നെ ഇവിടുത്തെ വേലക്കാരത്തി ആക്കണമെന്ന്. എങ്ങനെ? ഇവക്ക് വേലക്കാരത്തി ആക്കണമെന്ന് എന്നെ. എന്തോന്ന് ആഗ്രഹോടെ? അതെ ചേട്ടാ, ഞങ്ങൾ ജസ്റ്റ് ഒരു നാടൻ കളിക്കാൻ വേണ്ടി ചെയ്തതാ. നീ മിണ്ടരുത്, ഇടിച്ച് കേട്ടിത്തരും കേട്ടോ. അച്ഛ, സംഭവം എന്തെന്ന് വെച്ചാല് അമ്മയുടെ പുതിയ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ വേലക്കാരികളുണ്ട്. അപ്പൊ അച്ഛമ്മയുടെ ഫോട്ടോ വേലക്കാരിയായിട്ട് കാണിച്ചോട്ടെ ചോദിച്ചതാ. ഓ, അപ്പൊ അവിടെ വരെ എത്തിയ കാര്യങ്ങള്. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ഫോട്ടോ എടുത്തിട്ട് ഇവിടുത്തെ ഡ്രൈവറാണെന്ന് പറഞ്ഞു. ആ, അത് കൊള്ളാലോ. ഇടിച്ച് അടിച്ച് കടിയത് കേട്ടാ. എന്റെ ഫോൺ ഫോൺ മൂക്കിനെ ഇടുണ്ടായിരുന്നെങ്കിലേ ഇതെങ്കിൽ അളവ് ഇങ്ങനെ മാറിയാണ്. നാളെ രാവിലെ ചായ കൊണ്ടുപോകുമ്പോ ഇറങ്ങിക്കോ രണ്ടു കൂടുന്നു. എന്റെ ഫോൺ താ. ചേട്ടാ എന്റെ ഫോൺ തരാൻ. ഫോൺ താന്ന്. എന്തായിരുന്നു അവളുടെ പേര്? ചേട്ടാ വിളിക്കരുത്. കയ്യിൽ നിന്ന് വിടാൻ. എന്താ അവളുടെ പേര്? ആരുടെ? നിന്റെ കൂട്ടുകാരുടെ പേര് പറ. ടീന. ടീന. ചേട്ടാ വിളിക്കരുത്. വിളിക്കരുത്. ചേട്ടാ വിളിക്കരുത്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കുവേ. നിങ്ങൾ വിളിച്ചിട്ട് എന്താ പറയാൻ പോകുന്നു? സുമേഷേ, എന്നാലും നീ എന്റെ അമ്മ ഇവിടുത്തെ വേലക്കാരി ആക്കിയല്ലടി. അതിന്റെ ബുദ്ധിയല്ല, ഇവനാ പറഞ്ഞേ. കൊള്ളാടാ സുമേഷേ. ചേട്ടാ നല്ല മോൻ. എന്റെ കഞ്ഞൂടി വിടുന്ന പ്രശ്നം ഞാൻ വിളിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ വിളിച്ചിട്ട് എന്ത് പറയാൻ പോവാ? നീ കേട്ടോ? ടീന. ചേട്ടാ വിളിക്കല്ലേ ഏട്ടാ. ചേട്ടാ എന്റെ അവസാന പിടിവില്ല ഏട്ടാ, വിളിക്കല്ലേ. ഹലോ, ആ ടീന, ഞാൻ ആശയുടെ ഹസ്ബൻഡാണ്. അതെ, ഉത്തമൻ. ആശ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? കാർഡിയോളജിസ്റ്റാ? ന്യൂയോർക്കിലാ? ടീന, ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. ടീനയ്ക്ക് പശുവിനെ അറിയാമോ? ആട്? അതിന്റെയൊക്കെ പ്രസവം എടുക്കുന്ന കമ്പൗണ്ടറാണ് ഞാൻ. അതെ. പിന്നെ ന്യൂയോർക്ക് എന്നൊക്കെ ഞാൻ സിനിമയിലൊക്കെ പാട്ടിലൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ വേലക്കാരികളൊന്നും ഇല്ല. ചിലപ്പോ ഇവിടെ കറണ്ട് പോലും കാണാറില്ല പല ദിവസങ്ങളിലും. ഇപ്പൊ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇവിടെ നാണമില്ലാതെ കള്ളവും പറയും, പിന്നെ കുറച്ച് മോഷണവും ഉണ്ട്. ശരിയെന്നാ. മോഷണോ? ഇരിക്കട്ടെ, എന്നാ വെച്ചോ. നീ അങ്ങോട്ട് പോകില്ല. ചേട്ടാ നിങ്ങൾ ചെയ്ത കുറച്ച് കൂടിപ്പോയിട്ടോ. ശത്രുക്കടുത്ത് പോലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അയ്യടാ, കോടിപ്പോയി. മര്യാദയ്ക്ക് ഉള്ളതും കൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോ, അതാണ് നിനക്ക് നല്ലത്. ഡി, നീ നിന്റെ കരുനാക്കെടുത്ത് അങ്ങനെ നീ വളച്ച. നീ ഒറ്റ കാരണം നോക്ക് നോക്ക്. പറ്റിയേ പറ്റി. നീ മാപ്പൊന്നും പറയണ്ട. അതിനല്ല, ആ ടീനെ ഒന്ന് വിളിച്ചിട്ട് എനിക്ക് മോഷ്ടിക്കുന്ന സ്വഭാവമില്ലെന്നൊന്ന് പറയൂ. എങ്ങനെ? ടീനെ വിളിച്ചിട്ടേ എനിക്ക് മോഷ്ടിക്കുന്ന സ്വഭാവമില്ലെന്നൊന്ന് പറയുമെന്ന്.
പറയൂ. എന്നോട് പറ. എനിക്ക് മോഷ്ടിക്കുന്ന സ്വഭാവം ഇല്ലെന്ന് ഒന്ന് വിളിച്ചു പറയൂന്ന്. ആരെ വിളിച്ചു? ടീനെ വിളിച്ചിട്ട്. അയ്യോ, പറയോ? ടീനെ വിളിച്ച് പറയോന്ന്. എന്തോന്ന്? ആ മോഷ്ടിക്കൂലെന്ന്.